Good morning. Namaskaram. Binu Sadashivan, Hyderabadina, Shivam Consultants. I hope everyone is doing good. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ആശംസിക്കുന്നു. We are all ending towards December. We are at the end of 2024. So very soon we will be into 2025. So I wish all my friends, relatives, and subscribers a very happy new year in advance. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് ദം ടു ബി വെരി കെയർഫുൾ ആൻഡ് ലാസ്റ്റ് വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ UK സെറ്റിൽമെന്റിന് വേണ്ടിയാണ്. ഓക്കെ, ഓൺലി ഫോർ നഴ്സിംഗ് പീപ്പിൾ വിത്ത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അവര് നഴ്സായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ നഴ്സിംഗിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, അതില്ലെങ്കിൽ കുഴപ്പമില്ല. വിതൗട്ട് എനി എക്സ്പീരിയൻസ് ഓൾസോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി ഏജന്റ് ഓർ കൺസൾട്ടന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് UK സെറ്റിൽമെന്റ്, UK ജോബ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഗൈഡൻസ് കൊടുക്കാം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് വേറെ ഏത് ഫീൽഡ് ആണെങ്കിലും വെദർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ മാത്സ് ഓർ എഞ്ചിനീയറിംഗ്, ഏത് ഫീൽഡിലും നിങ്ങൾക്ക് UK സെറ്റിൽ ആകാം ആഫ്റ്റർ യുവർ കംപ്ലീഷൻ ഓഫ് യുവർ ഡിഗ്രി. പിന്നെ നിങ്ങൾക്ക് അതുപോലുള്ള 7 years ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, അവനവൻ്റെ ഫീൽഡിൽ, അപ്പാർട്ട് ഫ്രം, ഞാൻ നഴ്സിംഗിന്റെ കാര്യമല്ല പറയുന്നത്, വേറെ ഫീൽഡിൽ നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മാത്തമാറ്റിക്സിൽ ആണെങ്കിൽ, നിങ്ങൾ ഡിജിറ്റൽ ടെക്നോളജി ആണെങ്കിൽ, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ, അങ്ങനെ ഏത് അവനവൻ്റെ ഫീൽഡിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 7 years ഓഫ് എക്സ്പീരിയൻസ് ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഫീൽഡിൽ UK സെറ്റിൽ ആകാൻ പറ്റും വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി ഏജന്റ് ഓർ കൺസൾട്ടന്റ്. എല്ലാം ഓൺലൈൻ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺലൈൻ പോയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യിപ്പിക്കാം വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് ഏജന്റ് ഓർ കൺസൾട്ടന്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് and for those people who are having an experience of 7 years in other fields. Okay, any field. Okay, any field, arts, literature, science, maths. Okay, അപ്പോൾ ആ ഫീൽഡ് നിങ്ങൾക്ക് ഏത് ഫീൽഡ്, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഞാൻ കംപ്ലീറ്റ് മാർഗദർശനം തരും. ഓക്കെ, കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ തരും. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം I will just start the presentation. And presentation start here. ഗൂഗിളിൽ പോവാണ്, നിങ്ങൾ ഡയറക്റ്റ് ഹെൽത്ത് ആൻഡ് കെയർ വിസ UK ഓൺലൈൻ, ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവൺമെന്റ്, UK ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് ഒരു ഏജന്റിനെയോ അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ്, UK ഗവൺമെന്റിന്റെ ആ വെബ്സൈറ്റിൽ പോയിട്ട് അതനുസരിച്ചുള്ള ട്രാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടത്. ഓക്കെ, ഇന്ന് UK അറ്റ്ലീസ്റ്റ് 2 to 3 yearsന്റെ ഉള്ളിൽ മോർ ദാൻ 1.5 lakh കെയർ ഗിവേഴ്സിന്റെ അത്യാവശ്യമുണ്ട്. അത്രയ്ക്ക് ഡിമാൻഡ് ഹൈ ആണ്. 4 times ആണ് ഓൾഡ് ഏജ് പേഷ്യൻസിന്റെ എണ്ണം UK കൂടിയേക്കുന്നത്. സോ ഹൈ ഡിമാൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാസ്പോർട്ട് 3 to 5 yearsന്റെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഈ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 100% സക്സസ് ഉറപ്പാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനീസ് ആണ് ഡയറക്ട്ലി സ്പോൺസർ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പോയിട്ട് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ഡയറക്റ്റ് ജോബ് ഓഫർ ലെറ്റർ എടുക്കാം. അവർ തന്നെ എല്ലാ രീതിയിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരും. പക്ഷെ വിസ നിങ്ങൾ ഇവിടെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഓൺലൈൻ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ UK സെറ്റിൽമെന്റ് ഫോർ 3 years, അല്ലെങ്കിൽ ഈ വിസ 3 to 5 years വിസ ആയിരിക്കും. ഒന്നേ 3 yearsന് വേണ്ടി സാങ്ഷൻ ആവും, അല്ലെങ്കിൽ 5 yearsന് വേണ്ടി സാങ്ഷൻ ആവും. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് പ്രൂഫ് നിങ്ങൾക്ക് 1 lakh എങ്കിലും എവറി ഇയർ നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും. പിന്നെ ഹെൽത്ത് സർചാർജിന്റെ 1 lakh അഡീഷണൽ പെർ ഇയർ ആണ് നിങ്ങൾ കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഹെൽത്ത് സർചാർജിന്റെ നിങ്ങളുടെ വിസ എലിജിബിലിറ്റി ആയിട്ട് വരുമ്പോഴാണ് UK ഗവൺമെന്റ് നിങ്ങൾക്ക് ലെറ്റർ അയക്കുന്നത് നിങ്ങളുടെ ഇമെയിലിൽ. അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു പേ ദി ഹെൽത്ത് സർചാർജ് ഫീസ്. ഓക്കെ. അതിനു മുമ്പ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 1 lakh എങ്കിലും ഇയർലി നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും. എന്റെ വേറെ വീഡിയോസ് ഉണ്ട്, ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെ ഒക്കെ. ഞാൻ സ്വീഡനിലെ ഒക്കെ ഞാൻ എന്റെ വീഡിയോസ് അയച്ചിട്ടുണ്ട്. അതില് ഓരോ മാസം 1 ലക്ഷം രൂപയാണ് കാണിക്കേണ്ടത്. ഇപ്പൊ 1 year വിസ ആണെങ്കിൽ ഓരോ മാസം 1 lakh ആണ് നമുക്ക് ഫണ്ട് പ്രൂഫ് കാണിക്കേണ്ടത്. ഇവിടെ ഇയർലി 1 lakh. സോ UK is excellent opportunity. ഞാൻ പറയുന്നത് UK is an excellent opportunity. പിന്നെ നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞാൽ 2 to 2.5 lakhs സ്റ്റാർട്ടിംഗ് ആയിരിക്കും. ഓക്കെ. സ്റ്റാർട്ടിംഗ് സാലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഹൈ സാലറി ആയിരിക്കും. ഓക്കെ. അക്കോമഡേഷൻ ചിലപ്പം തരും, ചിലപ്പം തരൂല. അത് കമ്പനിയുടെ ഒരു തീരുമാനമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ്സും അതേ രീതിയിലായിരിക്കും. മിക്കവാറും അവർ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇത് ബേസിക്കലി അപ്ലൈ ഫ്രം ഔട്ട്സൈഡ് UK വേണ്ടിയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ഫ്രം UK, ഔട്ട്സൈഡ് UK ആണ്, അവർക്ക് വേണ്ടിയാണ്. അപ്പൊ ആ ചെക്ക് വിച്ച് ഡോക്യുമെന്റ്സ് യു നീഡ് ടു അപ്ലൈ, അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ UK പുറത്താണ്, അതുകൊണ്ട് ആ ലിങ്ക് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വളരെ ക്ലിയർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നിങ്ങളുടെ എംപ്ലോയർ തരും. ഓക്കെ. അത് തരാതെ അവർ തന്നില്ലെങ്കിൽ ആ കമ്പനി ഫേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ ആ നമ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അതിന്റെ സംവിധാനം എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഞാൻ വേറെ വീഡിയോസ് എന്റെ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. ഓക്കെ. സോ എന്റെ വീഡിയോസ് വളരെ ശ്രദ്ധിച്ച് പോവുക. നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് ഉള്ള ആൾക്കാരെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അവർക്ക് വളരെ പ്രയോജനപ്പെടും. അപ്പൊ നിങ്ങൾ വളരെ ഏത് കാര്യമായാലും എന്റെ നമ്പറും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കാം. ഓക്കെ. പ്രൂഫ് ഓഫ് യുവർ നോളജ് ഓഫ് ഇംഗ്ലീഷ്. നോളജ് ഓഫ് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് B1 to B2 പ്രൊഫഷ്യൻസി അത് വേണ്ടി വരും. അത് CEFR, കോമൺ എൻട്രൻസ് ഫോർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയുള്ള CEFR എന്ന് പറയുന്ന ഒരു അവരുടെ യൂറോപ്യൻ ഫോർമാറ്റിനനുസരിച്ചുള്ള ഒരു പരീക്ഷയാണ്. അതിനകത്ത് പ്രൊഫഷ്യൻസി, നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി B1 to B2 വേണ്ടി വരും. അതിൽ ആ പ്രൊഫഷ്യൻസി നിങ്ങൾക്ക് പാസ് ആവണം. ഓക്കെ. അത് വളരെ കമ്പൽസറി ആണ്. ഓക്കെ. കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജസ്. ഓക്കെ. അപ്പോൾ ഈ കമ്പൽസറി ആയിട്ട് ഇതിന്റെ നിങ്ങൾ ഈ പരീക്ഷ പാസ്സാവണം. അതെല്ലാം ഓൺലൈൻ സംവിധാനം എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള ശിവം കൺസൾട്ടൻസ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. പിന്നെ ഈ വിസ ഡിപ്പെൻഡന്റ് വിസയാണ്. നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാം. അതനുസരിച്ചുള്ള അവരുടെ 4 ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അതനുസരിച്ചുള്ള നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് അതനുസരിച്ച് വരും. ഒരു ആപ്ലിക്കന്റ് ഫീസ് അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 45,000 to 50,000 ആണ്. അതൊക്കെ ഗവൺമെന്റ് ഫീസ് ആണ്. ഓക്കെ. അത് ഏജന്റിനോ കൺസൾട്ടന്റിനോ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ സേഫ് ആണ്. UK ഗവൺമെന്റ് തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന്റെ എങ്ങനെയാ പേ ചെയ്യേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു തരും. ക്രിമിനൽ റെക്കോർഡ്സ് ഒക്കെ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് കമ്പൽസറി ആണ്. അതിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ, നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് PCC ഇന്ന് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഐ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ. പിന്നെ ഡയറക്ട്ലി സ്ക്രോൾ ഡൗൺ ചെയ്യുക, അപ്ലൈ ഫ്രം ഔട്ട്സൈഡ് UK കോസ്റ്റ് നോക്കുക.
ഇവിടെ ബയോമെട്രിക്സ് വളരെ അത്യാവശ്യമാണ്. ബയോമെട്രിക് ലെറ്റർ, ബയോമെട്രിക് ഏതെങ്കിലും നിയർ ബൈ VFS സെന്ററിലാണ് നിങ്ങൾക്ക് ബയോമെട്രിക്സ് വരുന്നത്. അപ്പോൾ ബയോമെട്രിക് നിങ്ങൾക്ക് അവിടെ പോയി കൊടുക്കാം. അതനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ ആ ലെറ്റർ വരുന്നത്. ആ സമയത്ത് നിങ്ങൾ പേയ്മെന്റ് അവിടെ ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേർ ആർ യു പ്ലാനിങ് ടു ലിവ്? ഇംഗ്ലണ്ട്. നോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ സ്വിസ് പാസ്പോർട്ട് ഇല്ല, അതുകൊണ്ട് നോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, സെലക്ട് എ കൺട്രി ടു പ്രൊവൈഡ് യുവർ ബയോമെട്രിക്സ്. നിങ്ങൾ ഇന്ത്യ ടൈപ്പ് ചെയ്യുക. ഞാൻ എല്ലാ ലിങ്ക്സും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കും, സോ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. സമയം ടൈം വളരെ നമുക്ക് വീഡിയോ വളരെ ലെന്തി വെക്കേണ്ടതാണ്. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് നിങ്ങൾ വെക്കേണ്ടത്. നിങ്ങൾ ഓൺലൈനിൽ പോയി നിങ്ങളത് റിസർച്ച് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റീഫണ്ട് കിട്ടുന്നത് ഒറ്റ സാഹചര്യം കൊണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് ഇഫ് ദേ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് പ്രോസസിങ് യുവർ ആപ്ലിക്കേഷൻ. അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് നമുക്കത് റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ UK സെറ്റിൽമെന്റിന്റെ തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ ഉള്ള ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ കമ്പനീസ് ആണ്, ഈ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണ് നിങ്ങൾക്ക് വിസ തരാൻ പോകുന്നത്. ഓക്ട്രി ഹോൾ ആൻഡ് ലോഡ്ജ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻ ഹൗസ് ട്രെയിനിങ് വരെ ഉണ്ട്. ഇൻ ഹൗസ് ട്രെയിനിങ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒട്ടുമില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് അപ്ലൈ ചെയ്യാം വിതൗട്ട് എനി എക്സ്പീരിയൻസ്. ഇവിടെ ഇൻ ഹൗസ് ട്രെയിനിങ് ഉണ്ട്. അവർ കെയർ ഗിവർ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യും. അതനുസരിച്ചുള്ള നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ് ചെയ്യും. സോ യു ക്യാൻ ബി വെരി വെരി നിങ്ങളുടെ റെസ്യൂം, ബയോഡേറ്റ ഒക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾ യു ഹാവ് ടു കൺവേർട്ട്. അതിനകത്തുള്ള എല്ലാ ഗൈഡൻസും ഓൺലൈനിലുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് എല്ലാ ഗൈഡൻസും, ഹൗ ടു പ്രിപ്പയർ ദ UK യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് റെസ്യൂം, ഇതൊക്കെ ഇതിനകത്ത് ഗൂഗിളിനകത്ത് എല്ലാ റിസർച്ചും നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി go ahead and apply for Highgate Care Homes. This will give you the visa 100% sure. അതുപോലെ ഹയർ ടൺഷൽ ഫാം, ഹോർട്ടൺ കെയർ നഴ്സിംഗ് ഹോം, ഡിപെൻഡന്റ്, ഓൾമോസ്റ്റ് 1055 ഡേറ്റാബേസ് ആണ്. ഹ്യൂജ് ഡേറ്റാബേസ്. നിങ്ങൾക്ക് ഇഫ് യുവർ റെസ്യൂം ഇസ് ആസ് പെർ ദ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 80 to 90% യു ഹാവ് എ ചാൻസ് ടു ഗെറ്റ് ദി ജോബ് ഓഫർ ലെറ്റർ ഫ്രം ദി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓക്കെ, 100% ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ കൺവേർട്ട്, ഈ ലിങ്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. സോ ഇത് ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഇസ് ഫോർ നഴ്സിംഗ്. ഇനിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനിലാണ് നമ്മൾ പോകുന്നത്. UK ഗ്ലോബൽ ടാലന്റ് വിസ, ഇത് സെക്കൻഡ് വിസയാണ്. UK-ല് massive, a very big demand for highly skilled, talented people in their own organizations. I mean, in their own profession. Our own profession, chelpa mathematics, chelpa arts and culture. Okay, suppose humanities, chemistry. I mean, all fields. Nursing, അതനുസരിച്ചുള്ള വേറെ അതല്ലാതെ മറ്റുള്ള ഫീൽഡിലെ technical, non-technical, at least 7 years experience. Okay, please be careful. ഇത് വളരെ important point ആണ്. 7 years of perfect experience നിങ്ങൾക്ക് വേണ്ടി വരും.
അപ്പോൾ ഈ പർട്ടിക്കുലർ UK ഗ്ലോബൽ ടാലന്റ് വിസയ്ക്കും നിങ്ങൾക്ക് ജോബ് ഓഫറിന്റെ യാതൊരു ആവശ്യമില്ല. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് എനി കൈൻഡ് ഓഫ് ജോബ് ഓഫർ ഫ്രം UK. ഓക്കെ, അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലും അതേ രീതിയിൽ തന്നെ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട്, ലെറ്റ് മീ ഷോ യു. അപ്ലൈ ഫോർ ഗ്ലോബൽ ടാലന്റ് വിസ ഓൺലൈൻ. ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിളിൽ. വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി ഏജന്റ് ഓർ കൺസൾട്ടന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഓക്കെ, ലോട്ട്സ് ഓഫ് ഫ്രോഡ്സ് ആൻഡ് സ്കാംസ് ഉണ്ടാവുന്നുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈ ഫോർ ഗ്ലോബൽ ടാലന്റ് അതിനകത്ത് ഡോക്യുമെന്റ്സ്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആ വേണ്ടതെന്നൊക്കെ വേണ്ടി വരും. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ എൻഡോഴ്സ്മെന്റ് ആണ് വളരെ അത്യാവശ്യം. ബിക്കോസ് നിങ്ങൾ 7 ഇയേഴ്സിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള ഫീൽഡിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, ആ അവാർഡ് യു കെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആ പർട്ടിക്കുലർ അവാർഡ് കിട്ടേണ്ടത്, അതിന്റെ റെക്കഗ്നിഷൻ കിട്ടേണ്ടത്. അപ്പൊ അത് എങ്ങനെ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷനാണ് നിങ്ങൾക്ക് ഇതിന് കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത്. മിഷേൽ ഹുവ, ഷീ ഈസ് ദ കോച്ച് ഫ്രം UK and she will help you for complete endorsement and award for your own achievement in your fields. Okay, അപ്പോ ഈ പർട്ടിക്കുലർ ലിങ്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യു ക്യാൻ ഗോ ത്രൂ. ഓക്കെ, സോ ഓൾമോസ്റ്റ് എവറി ഫീൽഡിലെ ആൾക്കാർക്ക് അവർക്ക് അതനുസരിച്ചുള്ള എക്സ്പീരിയൻസും അതനുസരിച്ചുള്ള ക്രൈറ്റീരിയ ആണെങ്കിൽ അവർക്ക് UK ഈസി ആയിട്ട് വിതിൻ 3 to 4-5 വീക്സ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഇമെയിലിൽ UK ഗവൺമെന്റിന്റെ റിപ്ലൈ വരും, ഷുവർ ആയിട്ടും. ഓക്കെ, സോ if your documentation is perfect, definitely you are having high chance to get visa for sure. Okay, so without any help, in ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട്, ഒരുപാട് ഏജൻസ് ഉണ്ട്. ഓക്കെ, അവർ മുഖാന്തരം ആൾക്കാർക്ക് അതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, സോ ദിസ് ഇസ് എ ഗോൾഡൻ ഓക്കെ ഇൻഫർമേഷൻ. ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് പ്ലീസ് ഗോ ത്രൂ ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് എന്റെ, ആൻഡ് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സോ ദാറ്റ് ദേ ഓൾസോ ഗെറ്റ് ബെനിഫിറ്റഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീണ്ടും UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോവാം. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. ഓക്കെ, യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 18 years old. നിങ്ങൾക്ക് ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി എസ്പെഷ്യലി ഫോർ ദ ഡിജിറ്റൽ പീപ്പിൾ. ഓക്കെ, ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ഒരുപാട് ഡിജിറ്റൽ ടെക്നോളജി ഉള്ള പ്രൊഫഷണൽസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 to 10 years അവർ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ബാംഗ്ലൂരിലായാലും ഒക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഡിജിറ്റൽ ടെക്നോളജിയിലാണ്. ഓക്കെ, അപ്പൊ അവരുടെ ആ ഫീൽഡിൽ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് SEO അനാലിസ്റ്റ് ആയിരിക്കാം, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതിൽ അവർക്ക് ഒരു 7 വർഷത്തെ അനുഭവം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. UK ഗവൺമെന്റ് വിസ മാത്രം. ഇത് 5 years വിസയാണ്. 5 years വിസയാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 35 to 40,000 pounds ആണ് ഇയർലി ശമ്പളം മിനിമം, ഞാൻ പറയാണ്. സോ ദാറ്റ് ഇസ് എ വെരി ബിഗ് ഡിമാൻഡ്. അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരും, അക്കോമഡേഷന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർ അറേഞ്ച് ചെയ്യും, പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ ആഫ്റ്റർ 5 years നിങ്ങൾക്ക് UK-യിൽ പെർമനന്റ് റെസിഡന്റ് ആകാം. അതിനുവേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ 716 pounds ആണ് ആപ്ലിക്കേഷൻ ഫീസ്. അത് UK ഗവൺമെന്റ് ആണ് പോകുന്നത്. ഓക്കെ, എൻഡോഴ്സ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 524 pounds കൊടുക്കണം. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ആ ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിഷേൽ ഹുവയുടെ. അവർക്ക് അവർ 7 years 8 years ആയി അവർക്ക് ഈ ഫീൽഡിൽ അവർക്ക് അവർ കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ നിങ്ങൾക്ക് അത് എൻഡോഴ്സ്മെന്റ് കിട്ടുവാണെങ്കിൽ, എൻഡോഴ്സ്മെന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ദെൻ ദർ ഇസ് നോ ചാൻസ് ദാറ്റ് നിങ്ങളുടെ ഗ്ലോബൽ ടാലന്റ് വിസ റിജക്ട് ആവുന്നുള്ള നോ ചാൻസ്, ഞാൻ ഗ്യാരണ്ടി തരുവാണ്. ഓക്കെ, സോ
Sure. Okay, it is I think we have to end up here. So anyway, I hope ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, കാണുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എനി കൈൻഡ് ഓഫ് വ്യൂസ് ആൻഡ് കമന്റ്സിൽ എഴുതുക. ഓക്കെ, so thank you so much and have a great day. Once again, Happy New Year in advance.